മോണിറ്ററിന്റെ മുമ്പിൽ പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ആക്ടിങ് കഴിഞ്ഞു, പുള്ളി കട്ട് പറയണില്ല. ഞാൻ നോക്കുമ്പോൾ പുള്ളി ഉറങ്ങുകയാണ് 2 മണിക്ക്. ഞാൻ ഒട്ടും ഹാപ്പി ആയില്ല. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സാർ നായകനാവാൻ തീരുമാനിച്ചത്? എങ്ങനെയാണ് അത് അതിൻ്റെ ഡയറക്ടർ വന്നിരുന്ന് സംസാരിക്കുകയാണ്. സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളി ഇരുന്ന് സംസാരിച്ചു. ഈ അമൃത ചാനലായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ ആ ചാനലിന് കൊടുക്കാം എന്ന് ആ ചാനലുകാർ ഏറ്റുണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചുമ്പോൾ നിശ്ചയിച്ച ദിവസം ഇത്രാം തീയതിയാണ്. അപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റിനെ ആരെയാണ് കിട്ടുക? ആർട്ടിസ്റ്റുകളിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അത് MD രാജേന്ദ്രൻ, അതായത് ഒറ്റപ്പാട്ടിൽ നാഷണൽ അവാർഡ് കിട്ടിയ ഒരാളായതുകൊണ്ട് ഞാനത് ഒക്കെ ചെയ്തു. അങ്ങനെ തുടങ്ങിയ പടം അത്. ഇല്ല ഒന്നുമില്ല. സ്കൂളിൽ പോലും കോളേജ് തലത്തിൽ ഒന്നും ധൈര്യം വന്നു? പിന്നെ കുഴപ്പമില്ല, അതെനിക്ക് തോന്നി, അതുകൊണ്ട് ചെയ്തു ഞാൻ. അത്രയുണ്ട്. കൊല്ലാതെ തന്റെ ഇടായി പോയില്ലേ? പക്ഷെ ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയം കണ്ട് നടൻ ഉള്ളിലേക്ക് വന്ന് കാണും. അതെ കാണും. ആരാണ് സ്വാധീനിച്ച നടൻ? ആരാണ് ഇങ്ങനെയൊക്കെ അഭിനയം കണ്ടു നിന്ന ഒരു നടൻ കാണുമല്ലോ? അതെനിക്ക് മോഹൻലാലിനെ മാത്രമാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് ലൊക്കേഷൻ പോയിട്ടുണ്ടോ? ഞാൻ 6-ാം നമ്പർ ലൊക്കേഷനിൽ പോയിരുന്നു. ഞാൻ കുറെ സമയം ഉണ്ടായിരുന്നു അവിടെ. അത് ഷാജിയായിട്ട് നല്ല ബന്ധം അന്നേ ഉണ്ടല്ലോ. അവിടെ ഷാജി വിളിച്ചപ്പോൾ ഞാൻ പോയി. പിന്നെ മേനക സുരേഷല്ലേ എൻ്റെ പ്രൊഡ്യൂസർ, അങ്ങനെ ഞാൻ പോയതാണ്. അഭിനയം കണ്ടങ്ങനെ നിന്നു. അപ്പൊ അത് കുറച്ചുള്ളിലേക്ക് കയറി. അന്ന് ആ ഫൈറ്റ് സീനൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ ഫൈറ്റിന് മുമ്പ് ലാലിപ്പുറത്ത് വന്നിട്ട് മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് കുറച്ച് കാലൊക്കെ പൊങ്ങാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. അപ്പം എനിക്ക് തോന്നിയ ഡെഡിക്കേഷൻ, ഇത്രയും നന്നായിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മെയ് വഴക്കത്തിന് വേണ്ടി അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിക്കൊള്ളാം, പുള്ളി നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുന്നത് ഫൈറ്റൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട്. അതാണ് ആകപ്പാടെ സാറിന്റെ മനസ്സിൽ കയറിയ ഒരു അഭിനയ, അത്രേ ഉള്ളൂ. അല്ലേ? അതെ അതെ. അപ്പൊ ഈ അഹമ്മദ് ലെവലിൽ രസകരമായിട്ടുള്ള സ്ട്രേക്ക് വാരി കൂട്ടിയ രംഗം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സംഭാഷണമൊക്കെ സാർ എങ്ങനെ പറഞ്ഞു ഒപ്പിക്കുന്നു? അതൊന്നും കുഴപ്പമില്ലാണ്ട് അത് ഞാൻ പഠിച്ച് ഞാൻ പറയും. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. വേണമെങ്കിൽ 1 മണിക്കൂർ നിർത്താതെ പ്രസംഗിക്കും ഞാൻ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ഡയലോഗ്സൊക്കെ പെട്ടെന്ന് കയറിയതും. ഞാൻ ഡയലോഗ് ഡെലിവറി ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പ്രേക്ഷകർ സ്വീകരിച്ചായിരുന്നു പടം? കുഴപ്പമില്ല, എനിക്ക് നഷ്ടം വരാത്ത സിനിമയാണ്. ആൾക്കാരത് കണ്ടു അല്ലേ? പക്ഷെ കുറച്ചും കൂടി നായക പ്രാധാന്യമുള്ള ഒരു വേറൊരു സെലിബ്രിറ്റികളെ ഇട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പോകാൻ. അതും അതിന്റെ ഡയറക്ഷൻ്റെയും പ്രശ്നം കുറേ ഉണ്ടായിരുന്നു. കാരണം MD രാജേന്ദ്രൻ നന്നായിട്ട് പാടും, പക്ഷെ പാട്ടെഴുതും. സൂപ്പർ പാട്ടുകളായിരുന്നു അതിലെ. പാട്ടെഴുതും, പുള്ളി നന്നായി പാടും ഒക്കെ ചെയ്യും. പക്ഷെ ഡയറക്ഷനിൽ കുറച്ചും കൂടി ആള് ഇതാവാണ്ട് അതെനിക്ക് തോന്നിയതില്ല. ഞാൻ പറയുകയും ചെയ്തു. കാരണം ഒരു ദിവസം ജഗതി ഒക്കെ ഉള്ളൊരു സീനിൽ ഞങ്ങൾ രാത്രി 2 മണിക്ക് ഷൂട്ട് ചെയ്യണം. അപ്പോൾ മോണിറ്ററിന്റെ മുമ്പിൽ പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ആക്ടിങ് കഴിഞ്ഞു, പുള്ളി കട്ട് പറയണില്ല. ഞാൻ നോക്കുമ്പോൾ പുള്ളി ഉറങ്ങുകയാണ് 2 മണിക്ക്. ആളുകളവിടെ ആക്ട് ചെയ്തു. അത് അമ്പിളിച്ചേട്ടൻ ഉണ്ടെന്ന്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ വന്ന് പറഞ്ഞു, ഡയറക്ടർ കുഴപ്പമാണ് കേട്ടോ ശശി എന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല കേട്ടാന്ന് ഞാൻ പറഞ്ഞു. അതായിരുന്നു അന്നത്തെ ഒരു അനുഭവം. അതൊക്കെ നന്നായി തട്ടുകയും ചെയ്തു, ഞാൻ തട്ടി വിളിക്കുകയും ചെയ്തു. ആ പടം എനിക്ക് നല്ല ഇതായിട്ട് തോന്നിയതാണ്. സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. പിന്നെ പടം ആ ഡയറക്ഷൻ സൈഡ് കുറച്ചുകൂടി നന്നായി ആ പടം നന്നായി വരും എന്നാണ് ഞാൻ വിചാരിച്ചതും. അപ്പൊ ഞാൻ പ്രൊഡ്യൂസർ സൈഡ് ആൾറെഡി സാർ കഴിവ് തെളിയിച്ച ആളാണ്. അപ്പൊ നടന രീതിയിലും സാർ ത്രൂ ഔട്ട് വേഷം കിട്ടി. അപ്പൊ ഇനി എന്റെ ലോകം നടനം ആണ് എന്ന് തീരുമാനിച്ചായിരുന്നു, അതോ അതോടെ അവസാനിപ്പിക്കുക? ഇല്ല, ഞാൻ അതോടെ അത് അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ അതേപോലെ ഒരു പടം ചെയ്തത് നമ്മുടെ മൈ ഫാൻ രാം എന്നുള്ള പടം സൂര്യ TV-ക്ക് വേണ്ടി. അത് സൂര്യ TV ആ പടം നേരത്തെ എടുത്തു. അങ്ങനെ ഞാൻ ചെയ്ത അത് രാജീവ് പിള്ളയായിരുന്നു അന്ന്. രാജീവ് പിള്ള, സൈജു കുറുപ്പും രാജീവ് പിള്ളയും. രാജീവ് പിള്ള അന്ന് ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ ഇവരുടെ. അപ്പോൾ അത് സൂര്യ TV ആണല്ലോ അത് സ്പോൺസർ ചെയ്തിരുന്നത്, സൺ TV. അപ്പം അങ്ങനെയാണ് ആ പടം എന്നെ ഏൽപ്പിച്ചത്. ആ പടം ഞാൻ ചെയ്ത് തീർത്തതും. അപ്പൊ അത് അതിന്റെ ഒരു ഇങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിശേഷങ്ങൾ വല്ലതും ഉണ്ടാവും? ഒന്നാ പുതിയ താരങ്ങളാണ് സൈജു കുറുപ്പും ഈ പറയുന്ന രാജീവ് പിള്ള എന്നും അത്ര ജനപ്രിയ താരങ്ങളായിട്ടില്ല. അപ്പൊ അതൊരു ഇത്തിരി സ്റ്റാറിനെ വെച്ച് എടുത്ത ആള് ഇങ്ങനെയുള്ള 2 ആൾക്കാരെ വെച്ച് എടുക്കുമ്പോഴുള്ള അത് ചാനലുകാരായിട്ടുള്ള ബന്ധം. ചാനലുകാർ സംസാരിച്ചിരുന്ന് അവരാണ് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചത്, ഈ പടം ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഓക്കെ ചെയ്ത. അപ്പോൾ അവരെനിക്ക് നേരത്തെ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു. അത് വെച്ച് ഞാൻ ചെയ്തൊരു ഷൂട്ടിംഗ് ആണ്. ഇല്ലില്ല, അവർക്കുള്ളത് മാത്രമാണ് ഞാൻ നോക്കിയത്. സാധാരണ കഥയൊക്കെ ചെക്ക് ചെയ്ത് താരങ്ങളെയൊക്കെ നോക്കിയിട്ടുണ്ട് സാർ പടം എടുക്കുന്നു. ഇല്ലില്ല, എല്ലാം വെച്ചാൽ നമ്മുടെ കൊല്ലത്തുള്ള രവിപ്പിള്ളയുടെ ഹോട്ടലുണ്ടല്ലോ, അതിനകത്ത് അതിൻ്റെ ലൊക്കേഷൻസിലൊക്കെയാണ് നമ്മൾ ഷൂട്ടിംഗ് ചെയ്തെടുത്തത്.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടും അതുണ്ടായിട്ടില്ല. അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും അത് നമ്മുടെ നിഖിലില്ലേ, പാട്ടുകാരൻ, ഗായകൻ നിഖിലായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന പടം, അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത പടം. അതെങ്ങനെയുണ്ട് സാർ? ഹാപ്പി ആയിരുന്നു ആ പ്രോജക്റ്റിൽ? ഇല്ല, ഞാൻ ഒട്ടും ഹാപ്പി ആയില്ല. ഷൂട്ടിങ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഇയാളുണ്ടായിരുന്നു, നമ്മുടെ പക്രു, അജയൻ. പക്രു പക്ഷെ സമയത്തൊക്കെ എത്തും. അങ്ങനെ ഒരു പക്രു രാവിലെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ പക്രു സമയത്ത് തന്നെ എത്തിയിട്ട് ഓടി വന്ന് ശശിചേട്ടാ നമസ്തേ എന്ന് പറഞ്ഞിട്ട് വരും രാവിലെ. അപ്പോൾ അതൊരു സന്തോഷം. എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ തോന്നാത്തൊരു പടം അത്. ചെറിയൊരു പടം. പിന്നെ എറണാകുളത്തെ അതിൻ്റെ ലൊക്കേഷനിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, കൊല്ലത്തൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കുറച്ചും കൂടെ ഒരു നായക പ്രാധാന്യമുള്ള രണ്ടുപേരും ഇട്ടായിരുന്നു, കുറച്ചും കൂടെ ഓടിപ്പോയി. സാർ തോന്നിയിട്ടുണ്ടോ? അല്ല, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. രാജീവ് അത്ര ജനപ്രീതി ഇല്ലല്ലോ, ഒട്ടുമില്ല ശരിക്ക്. സൈജുവിന് ആയി വരുന്നേ ഉള്ളൂ. അല്ല, അവിടെ ആ സാറിന് തീരുമാനം മാറ്റാത്ത എന്തുകൊണ്ടായിരുന്നു? അല്ല, ഷൂട്ടിംഗ് തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു, പൂജയും കഴിഞ്ഞു, പിന്നെ നമ്മൾക്ക് മാറ്റാൻ പാടില്ലല്ലോ, മരുന്ന് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാതിരുന്നത്. പിന്നെ എന്ത് നഷ്ടം വന്നാലും നമുക്ക് മുമ്പോട്ട് പോകാം, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. നഷ്ടം വരുമെന്നുള്ള ചിന്ത മനസ്സിലുണ്ടോ അന്നേരം? ഇല്ല, എനിക്ക് ആ പടം നഷ്ടമില്ലാത്തൊരു പടമാണ്. ഇല്ല, ഒട്ടും നഷ്ടം വരാത്തൊരു സിനിമ. അത് മാത്രമല്ല എനിക്ക് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടായ സിനിമയാണ്. പടം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു പരാജയപ്പെട്ടിട്ടില്ല.